ഹേ ഗൈസ്, വെറും 3 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഗ്രേപ്പ് മൊജിറ്റോവും അതുപോലെ തന്നെ ഗ്രേപ്പിൻ്റെ ഐസ് സ്റ്റിക്കും ഉണ്ടാക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ആദ്യം തന്നെ ഞാൻ ഗ്രേപ്പ് മൊജിറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് കിസാൻ്റെ ജ്യൂസി ഗ്രേപ്പ് സ്ക്വാഷ് വേണം. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ 7up വേണം. അത് നിങ്ങളുടെ ആവശ്യത്തിന് 7up മേടിച്ചാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് മിൻറ്റ് ലീവ്സ് പൊട്ടിച്ച് വെക്കുക. ഞാൻ ആദ്യം തന്നെ ഗ്രേപ്പ് മൊജിറ്റോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കിസാൻ്റെ ജ്യൂസി ഗ്രേപ്പ് സ്ക്വാഷ് എടുക്കുക. അത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1:5 റേഷ്യോയിൽ നമ്മൾ ഒഴിച്ചാൽ മതി. അതായത് 1/5 ഗ്രേപ്പ് സ്ക്വാഷും ബാക്കി ഫുള്ള് നമ്മൾ 7up ഒഴിക്കുക. ഇനി മധുരം കുഴപ്പമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ 1:4 റേഷ്യോയിൽ ഒഴിച്ചാൽ മതി. അതായത് 1/4 ഗ്രേപ്പ് സ്ക്വാഷും ബാക്കി ഫുള്ള് 7up ഫില്ല് ചെയ്യുക. ഗ്രേപ്പ് സ്ക്വാഷ് നമ്മൾ എപ്പോൾ ഒഴിക്കുകയാണെങ്കിലും ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും ഒഴിക്കാൻ. ഇനി നമുക്ക് അടുത്ത് 7up തുറക്കാം. 7up തുറന്നിട്ട് നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഫുള്ള് ഫില്ല് ചെയ്യുക. 7up ഒഴിക്കുമ്പോൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഒഴിക്കുക. എന്നാലാണ് നമുക്ക് ഒഴിക്കണ സമയത്ത് തന്നെ മിക്സ് ആവുള്ളൂ. കാരണം നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്യുമ്പോൾ മൈൽഡായിട്ട് സ്റ്റിർ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ സോഡയുടെ എഫക്റ്റ് പോകും. നമ്മുടെ കയ്യിൽ മിൻറ്റ് മൊജിറ്റോയുടെ സിറപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ ആ ഒരു അളവിൽ മാത്രം ഒഴിക്കുക. ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര മിൻറ്റിൻ്റെ ചുവ വരും. സോ സിറപ്പുള്ളവർ അങ്ങനെ ഒഴിക്കാം. അതുപോലെ തന്നെ സിറപ്പ് ഇല്ലാത്തവർക്ക് ഇതേപോലെ മിൻറ്റ് ലീവ്സ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അതിനുശേഷം നമ്മളൊരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഈ മിൻറ്റ് ലീവ്സ് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് പതുക്കെ സ്റ്റിർ ചെയ്യുക. ഓവർ സ്പീഡിൽ സ്റ്റിർ ചെയ്യരുത്, പതുക്കെ മൈൽഡായിട്ട് സ്റ്റിർ ചെയ്താൽ മതി. സോ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേപ്പ് മൊജിറ്റോ റെഡി ഉണ്ട്. നമുക്ക് പുറത്തു നിന്നൊക്കെ ഇതേപോലെയാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നത്. സോ നമുക്ക് ഈ ഒരു 3 സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാവുന്നതുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഗ്രേപ്പിൻ്റെ ഐസ് സ്റ്റിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. അതിന് സെയിം കിസാൻ്റെ ജ്യൂസി ഗ്രേപ്പ് സ്ക്വാഷ് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ 7up വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഞാൻ 7up ഒഴിച്ചൊരു മിക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് വാട്ടർ മിക്സ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മോൾഡിൻ്റെ ട്രേ. നമുക്കിത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലോക്കൽ സ്റ്റോഴ്സിൽ ഇതൊക്കെ കിട്ടും. നമുക്കിതൊരു PVC മെറ്റീരിയലാണ് വരുന്നത്. നമുക്കിതിൻ്റെ സിലിക്കോണിൻ്റെ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് പല ഷേപ്സിലും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഗ്രേപ്പ് മൊജിറ്റോ ഉണ്ടാക്കിയ അതേ കോമ്പോസിഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ 7up വേണമെന്നില്ലെങ്കിൽ നമുക്ക് വാട്ടർ യൂസ് ചെയ്താൽ മതി 7upന് പകരമായിട്ട്. നമ്മളിതിൽ ഫില്ല് ചെയ്യണ സമയത്ത് അടിയിൽ ജസ്റ്റ് വല്ല പ്ലേറ്റോ ട്രേയോ വെക്കുക. കാരണം നമ്മൾ ഒഴിക്കണ സമയത്ത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഫസ്റ്റ് മോൾഡിലേക്ക് ഒഴിക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഗ്രേപ്പ് മൊജിറ്റോയുടെ മിക്സാണ്. സോ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് 7up ആണ്. നമുക്ക് ആദ്യത്തെ 2 ഇതിൽ 7up ഒഴിക്കാം. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഒഴിക്കാം. പിന്നെ ഈ ഒരു മോൾഡിൽ ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈനിൻ്റെ ആ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പുറത്തേക്ക് ചാടും. സോ ഇത് ഐസായിട്ട് എടുക്കണ സമയത്ത് നമുക്ക് വലിക്കാൻ എളുപ്പമായിരിക്കില്ല. പിന്നെ പെട്ടെന്ന് വലിക്കാൻ എളുപ്പത്തിന് അടിഭാഗം ജസ്റ്റ് ഒന്ന് വാം വാട്ടറിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7upന് പകരം വെള്ളം യൂസ് ചെയ്തിട്ടുള്ള മിക്സറാണ് ഞാൻ ബാക്കിയുള്ളതിലൊക്കെ ഒഴിക്കാൻ പോകുന്നത്. എല്ലാം നമ്മൾ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഫ്രീസർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് ഐസായിട്ടുണ്ടാവും. സോ ഇപ്പോൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാനിപ്പോൾ എടുക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തേൽ നമ്മൾ 7up ആണ് ഒഴിച്ചത്. അതിൽ ഈ സോഡ ഒഴിച്ചുകൊണ്ടാണ് ഇതേപോലെ പുറത്തേക്ക് പൊന്തി വരണേ. സോ 7up ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ ആ ലിമിറ്റിൻ്റെ താഴേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഓവറായിട്ട് വരില്ല. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചതിലൊക്കെ കറക്റ്റായിട്ട് ഐസായിട്ട് വന്നിട്ടുണ്ട്. 7up ഒഴിച്ചതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക, പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. സോ നമ്മൾ വെള്ളം ഒഴിച്ച മിക്സറാണ് കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിലായിട്ട് കിട്ടുക. സോ നിങ്ങൾക്ക് വേറെ ഫ്ലേവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൊജിറ്റോവും അതുപോലെ തന്നെ ഐസ് സ്റ്റിക്കും വേറെ ഫ്ലേവേഴ്സിൻ്റെ സ്ക്വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ മൊജിറ്റോവും അതുപോലെ തന്നെ ഐസ് സ്റ്റിക്കും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7upൻ്റെ മിക്സ്ചർ കുറച്ച് നേരം ആയപ്പോഴേക്കും പെട്ടെന്ന് അലിഞ്ഞ് പൊട്ടി പോകുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ മിക്സ്ചറിൽ ഉണ്ടാക്കിയ ഐസ് സ്റ്റിക്ക് നമ്മുടെ നോർമൽ ഐസ് സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി നേരം നിൽക്കും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.